الحمد لله العليم الحكيم خلق الخلق لعبادته وأمرهم بطاعته وأوضح لهم دينه وفصل لهم شريعته وبين لهم حدوده ووعد الطائعين أجرا عظيما وفوزا كبيرا وتوعد العاصين بعذاب أليم وخسران مبين ونحمده ونشكره ونتوب إليه ونستغفره وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ رسالة ربه ونصح لأمته فمن تبعه فقد أفلح وأنجح ومن أعرض عنه فقد خاب وخسر صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. സൗണ്ട് കുറവാണോ സഹോദരന്മാരെ? സൗണ്ട് ഞാൻ പരമാവധി സിസ്റ്റത്തിൽ ഫുള്ള് കൂട്ടിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇതിലൊക്കെ വളരെ കൂടുതൽ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻഷാ അല്ലാഹ് കേൾക്കാമല്ലോ അല്ലേ? സൗണ്ട് ഓക്കെ ആണല്ലോ? അൽഹംദുലില്ലാ. DC ആയാലൊന്ന് അറിയിക്കണം സഹോദരന്മാരെ, കാരണം ഉച്ച സമയത്ത് ഒരു DC പ്രശ്നം എനിക്ക് ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖോടുകൂടി ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, എനിക്കിവിടെ പറയാനുള്ള വിഷയം രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മനുഷ്യ മനസ്സിന് സ്ഥൈര്യവും അതുപോലെ തന്നെ ധൈര്യവും അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യന്മാർ പതറിപ്പോകുന്നുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ ഒരു സമാധാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് കെട്ടിയുറപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സംഗതിയാണ് ഖിയാമുൽ ലൈൽ. വിവിധ പേരുകളിൽ അതറിയപ്പെടുന്നു ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഖിയാമു റമദാൻ എന്നും ഖിയാമുൽ ലൈൽ എന്നും അതുപോലെ തന്നെ തഹജ്ജുദ് എന്നും അതുപോലെ തന്നെ തറാവീഹ് എന്നും എല്ലാ നാമങ്ങളിലും അത് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഇബാദത്തിന്റെ പിന്നിലും, ഇപ്പൊ ഉദാഹരണം തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം നമുക്കറിയാം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ തഖ്വയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതുപോലെയുള്ള കർമ്മങ്ങളും ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി നമസ്കാരം, നിർബന്ധ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം അത് എല്ലാവിധ മ്ലേച്ഛമായ സംഗതികളെ തൊട്ടും നിങ്ങളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണമാണ് കിട്ടിയിരിക്കുന്നത് സഹോദരന്മാരെ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒന്ന് DND ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ അറിയോ, എനിക്ക് എന്റെ ശ്രദ്ധ. നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ നമസ്കാരം കൊണ്ട് നാം നിത്യജീവിതത്തിൽ പുലർത്തിപ്പോകുന്ന അനാവശ്യമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ ഒരുപാട് സംഗതികൾ, ജനങ്ങൾ ജീവിതത്തിൽ ആദത്തായി പതിവായി കൊണ്ടുവരുന്ന സംഗതികളിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല എങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മഅദല്ലാഹ്. ഇന്ന സ്വലാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം, തൻഹാ, അത് തടയും, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാവിധ മ്ലേച്ഛമായ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തടയിടുവാനും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരം നിശ്ചയിച്ചു തന്നു. പക്ഷേ നമസ്കാരം എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് വിഷയം. അതുപോലെ തന്നെ സഹോദരന്മാരെ, സകാത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിനെയും അതുപോലെ തന്നെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സകാത്ത് നമുക്ക് നിർബന്ധമാക്കിയത്.
അതുപോലെ തന്നെ സഹോദരന്മാരെ ഹജ്ജിന്റെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദത് ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്യുകയാണ്, ആ ഹജ്ജിൽ അദ്ദേഹം ഒരു അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തില്ല, ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ആ രീതിയിൽ ഹജ്ജ് അവൻ ചെയ്താൽ അവൻ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന കുട്ടിയെ പോലെ പാപമോചനമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ സംസ്കരിച്ച് അവസാനം സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള എല്ലാ വഴികളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു ഇബാദത്തിന്റെ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അത് ചെറിയ ദിക്ർ മുതൽ വലിയ ഹജ്ജ് വരെ എന്നുള്ളതാണ് വസ്തുത. ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും സഹോദരന്മാരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കാത്തു നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നെ. ഞാനിത് പറയുന്നത് ഒരു സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ചു തന്ന ഏതൊരു കർമ്മവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ താക്കോലാണ് തൗഹീദ്. പക്ഷേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ താക്കോലിന്റെ പല്ലാകുന്ന കർമ്മങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പൊ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മലായികതു തുസല്ലാ അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു മാ ലം യുഹ്ദിസ് അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു. നിങ്ങൾ നോക്ക്, നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോയി സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർള് നമസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യന് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സഹോദരന്മാർ ഇപ്പൊ നമ്മൾ കേട്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവന് നീ പുറത്തു കൊടുക്ക റഹ്മാനായ റബ്ബേ, അവനക്ക് നീ കാരുണ്യം ചെയ്യ് റഹ്മാനായ റബ്ബേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ള വസ്തുത സഹോദരന്മാരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമുൽ ലൈൽ എന്ന വിഷയത്തെക്കുറിച്ച് ഖുർആനിലും അതുപോലെ തന്നെ ധാരാളം ഹദീസുകളും നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരന്മാർ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഇറക്കുന്നതിന് മുമ്പ് ചെറിയൊരു അല്പ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ വളരെ ഉഷാറായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അതായത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. എത്രയെത്ര രാത്രികളാണ് സഹോദരന്മാരെ നമ്മൾ തള്ളിക്കളയുന്നത്. അതായത് എത്രയോ അധികം രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കടന്നുപോയി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് റമളാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തറാവീഹ് നമ്മൾ കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നു. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം സഹോദരന്മാരെ, നമ്മുടെ റൂമിലുള്ളവർ, ഞാൻ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു ഫർള് നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നമസ്കരിക്കുന്നവരാണ് നമ്മുടെ സഹോദരന്മാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. ഞാൻ ഈ സുന്നത്തിന്റെ കാര്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം സഹോദരന്മാരെ, നമ്മൾ ഒരല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി രാത്രി നമസ്കാരത്തിന് തയ്യാറാകുന്ന ഒരുക്കങ്ങളും അത് എളുപ്പം സാധിക്കാനുള്ള, അത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് നിർവഹിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഈ സൂറത്തിന്റെ ആദ്യ കാലത്ത് സഹോദരന്മാരെ ഒരു വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും രാത്രി നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരുന്നു. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ നിർബന്ധമാക്കിയത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാനപരമായ ചില കർമ്മങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പേ അതൊക്കെ ചെയ്യുവാനും അതുപോലെ തന്നെ ആ ആദർശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നേരിടുവാനും അതുപോലെ തന്നെ ഏത് പരീക്ഷണം വന്നാലും പതറാതിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും പറഞ്ഞു ഏൽപ്പിച്ച ഒരു സംഗതി ഈ രാത്രി നമസ്കാരം. ആദ്യകാലത്ത് ഒരു വർഷത്തോളം ഇത് നിർബന്ധമായിരുന്നു.
പിന്നീട് ഈ സൂറത്തിന്റെ അവസാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ കൊടുക്കുകയും അത് നഫ്ലിന്റെ ഭാഗത്തേക്കായി മാറുകയുമാണ് ചെയ്തിരുന്നത്. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലൊക്കെ 6 വഖ്ത് നമസ്കാരമാണ് അവർക്കൊക്കെ നിർബന്ധം. അതിലൊന്ന് ഈ ഖിയാമുൽ ലൈൽ എന്ന നമസ്കാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലസ്ത തഖറഉ സൂറത്തുൽ മുസമ്മിൽ, സൂറത്ത് മുസമ്മിൽ നിങ്ങൾ പാരായണം ചെയ്തിട്ടില്ലേ? ഖാലു ബല, ഞാനത് പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഫഇന്നല്ലാഹ ഇഫ്തറദ അലൽ മുസ്ലിമീന ഫീ അവ്വലി സൂറ, ഈ സൂറത്തിന്റെ ആദ്യഘട്ടം ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഈ ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. 1 വർഷത്തോളം നബിയും സഹാബത്തും അത് ഭംഗിയായി നിർവഹിച്ചു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ പ്രയാസപ്പെടുന്നവരും അതുപോലെ തന്നെ വളരെ ദീർഘമായ നമസ്കാരമായിരുന്നു സഹോദരന്മാരെ. അതിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് ഇന്ന ഖിയാമൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഇന്ന ഖിയാമൽ ലൈലി കാന ഫരീളതൻ ഫീ അവ്വലിൽ അംർ അലാ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി സനതൻ കാമില ഹത്താ നസഖല്ലാഹു ആഖിറ സൂറ. അതിന്റെ അവസാനത്തെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകുന്നത് വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത് 1 വർഷം വരെ വളരെ ഭംഗിയായി നിർവഹിച്ച ഒരു നിസ്കാരമായിരുന്നു ഖിയാമുൽ ലൈൽ. അതിന്റെ അവസാനത്തിൽ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫൻ മിനൽ ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് സഹോദരന്മാരെ. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാന യാമത്തിൽ ഇറങ്ങി വന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരാണ് എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നത്? അവനിക്ക് ഞാൻ കൊടുക്കാം. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവനിക്ക് വേണ്ടത്? അവനിക്ക് ഞാൻ നൽകാം എന്ന് പറയുന്ന അവസാനത്തെ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത സഹോദരന്മാരെ, ഈ രാത്രി നമസ്കാരം ഈ റമളാൻ കഴിയലോടുകൂടി ശവ്വാൽ 1 മുതൽ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകാൻ വേണ്ടി വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നോടാണ് ആദ്യമായി ഞാൻ ഉപദേശിക്കുന്നത്, കൂട്ടത്തിൽ നമ്മുടെ റൂമിലുള്ള ആൾക്കാരോടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ രാത്രി റമളാനിൽ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും. തറാവീഹായിട്ടും അതുപോലെ തന്നെ ഖിയാമുൽ ലൈലായിട്ടൊക്കെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ശവ്വാൽ 1 മുതൽ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരല്പം ശ്രദ്ധ വെച്ചാൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഇത് സാധിക്കും എന്നുള്ളതാണ്. കാരണം അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, 2 സംഗതികളാണ് സഹോദരന്മാരെ അല്ലാഹുമായി അവന്റെ അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭങ്ങൾ. 2 സന്ദർഭങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഒന്ന്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് അവന്റെ നാഥനുമായി ഏറ്റവും കൂടുതൽ അവൻ അടുക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം സഹോദരന്മാരെ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി ഫീ ജൗഫിൽ ആഖിർ, അതായത് രാത്രിയുടെ മധ്യത്തിലാണ്, അത് രാത്രിയുടെ അവസാനമായാൽ ഏറ്റവും അഫ്ളലായി എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യകൂൻ ഫീ തിൽക സ്സാഅ, ഈ ഒരു സന്ദർഭത്തിൽ നീ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുന്ന ഒരു വ്യക്തിയാകാൻ വേണ്ടി നീ ശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒരുപാടാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, അതായത് റമളാൻ മാസത്തിലുള്ള നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. വഅഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ, നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് ഖിയാമുൽ ലൈലാണ്, അത് രാത്രി നമസ്കാരമാണ്.
അതുപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യഅഖിദു അശ്ശൈത്താനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാം ثلاثة عقدة يضرب على كل عقدة عليك ليل طويل فارقد فإن استيقظ فذكر الله تعالى إن حلت عقدته فإن توضأ إن حلت عقدته فإن صلى إن حلت عقدته كلها فأصبح نشيطا طيب النفس وإلا أصبح خبيث النفس الكسلان. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഓരോ മനുഷ്യനും ഉറങ്ങിയാൽ, ഉറക്കം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ പിശാച് വന്ന് 3 കെട്ടുകളിടുമെന്നാണ് സഹോദരന്മാരെ. അവന്റെ പണി അവൻ കൃത്യമായി ചെയ്യും. അവന്റെ വർക്കുകൾ, അവൻ പിശാചിന്റെ പണി വളരെ ഭംഗിയായിട്ട് ഒരു കുട്ടി ജനിക്കുന്നന്ന് മുതൽ അവസാനത്തെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഉച്ചാരണത്തോട് കൂടിയാണ് ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നത് എന്ന് അവൻ അറിഞ്ഞാൽ അവൻ അവിടെയും വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു മരണസമയത്ത് അവൻ ഹാജറാകുന്നതിനെ കുറിച്ച് റബ്ബേ നീ കാക്കണേ. അവസാന നിമിഷമെങ്കിലും ഒരു കുഫറിന്റെ വാചകമോ അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഒരു മോശമായ ഊഹത്തോടു കൂടിയാണ് അവൻ മരിച്ചു പോകുന്നെങ്കിൽ അവനെ സംബന്ധിച്ചോളം അവൻ വളരെ സംതൃപ്തനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറക്കിലേക്ക് വീണാൽ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദിക സ്സാലിഹീൻ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബ്അസു ഇബാദക എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവൻ വന്ന് അവന്റെ വർക്കുകൾ തുടങ്ങിയാണ്. 3 കെട്ടുകളുടെയാണ് സഹോദരന്മാരെ. നാം ഈ സമയത്ത് സുബഹിയുടെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിൽ ഒരു കെട്ട് പൊട്ടും എന്നുള്ളതാണ്. നമ്മൾ അതിജയിച്ചു, അതിൽ ഒരു കെട്ടിന് ബാക്കി 2 കെട്ട് ബാക്കിയാണ്. സത്യത്തിൽ ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ കട്ടിന്റെ മുകളിൽ ഇരുന്നാലും സാധ്യത ഏറെയാണ് വീണ്ടും കിടന്നുറങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് എഴുന്നേറ്റ് പോയി അവൻ ഒളു എടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ കെട്ട് പൊട്ടുകയാണ്. എന്നാലും സാധ്യതയുണ്ട് ഒളുവൊക്കെ കഴിഞ്ഞ് എവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇരുന്നങ്ങോട്ട് ഉറങ്ങിപ്പോകും, നമസ്കാരത്തിന് സമയം അങ്ങോട്ട് കഴിയാൻ അത് ധാരാളം മതി എന്നുള്ള ഒരു അവസ്ഥയും അവിടെ മുമ്പിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ 3ാമതായി നമസ്കരിച്ചാൽ തന്നെയാണ് അവന്റെ 3ാമത്തെ കെട്ടും പൊട്ടുക എന്നുള്ളതാണ്. ഫഅസ്ബഹ നശീതൻ തയ്യിബുൻ നഫ്സ്, അന്നത്തെ ദിവസം അവനെ സംബന്ധിച്ചോളം വളരെ റാഹത്തായിരിക്കും സഹോദരന്മാരെ. അതല്ലെങ്കിൽ തന്നെ ഒരു കൃത്യമായി സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പങ്കെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ അന്നേത്തെ ദിവസം ഉണ്ടാകുന്ന അവനിക്കുണ്ടാകുന്ന ടെൻഷനും അവനിക്കുണ്ടാകുന്ന വിചാരവും അവനിക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വളരെ 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 ഇടുക്കം നിറഞ്ഞതായിരിക്കും സഹോദരന്മാരെ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അതായത് അന്നത്തെ ദിവസം അവനിക്ക് വളരെയധികം നല്ല സമാധാനമായിരിക്കും. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. ഇനി അതല്ല, ആ 3-ൽ ഏതെങ്കിലും ഒരു കെട്ടോട് കൂടിയാണ് അവന്റെ ആ ദിവസം തുടങ്ങുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചോളം മടിയനും അലസനും അതുപോലെ തന്നെ ഖബീസുമായിട്ടാണ് അന്നത്തെ ദിവസം അവന് കഴിച്ചു കൂട്ടുന്നത്. മഅദല്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. വഅൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم إذا أيقظ الرجل أهله من الليل فصلياه أو صلى ركعتين جميعا كتب في الذاكرين والذاكرات. അതായത് ഭാര്യയും ഭർത്താവും അതല്ലെങ്കിൽ ഒരു കുടുംബം മുഴുവൻ തന്നെയും ഈ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും അവർ 2 റക്അത്ത് ചുരുങ്ങിയത് 2 3 റക്അത്ത് അവർ നമസ്കരിക്കുകയും ചെയ്താൽ അവരെ സംബന്ധിച്ചോളം അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നതാണ്. എന്താണ് അവരെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്? അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നതാണ്. കുതിബ ഫിദ്ദാകിരീന വദ്ദാകിറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാട്ടെ എന്ന് പ്രത്യേകം പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഖാൽ സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. യഖൂൽ ഇന്ന ഫിൽ ലൈലി ലസാഅ إن في الليل لساعة لا يوافقها رجل مسلم يسأل الله تعالى خيرا من أمر الدنيا والآخرة إلا أعطاه إياه وذلك كله ليلة.
നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് എത്രപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നല്ലൊരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി പോകരുത് സഹോദരന്മാരെ. ഇതിന്റെ വിഷയം അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും നാം എന്തൊക്കെ ദുആ ചെയ്തു ആ ദുആക്ക് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയില്ല എങ്കിലും ആ ദുആയുടെ പ്രതിഫലമായിട്ട് ഉത്തരം കിട്ടിയതുപോലെയുള്ള ഒരു മനസ്സമാധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതെങ്കിൽ അത് മതിയല്ലോ സഹോദരന്മാരെ. ഞാനൊരു ഹദീസ് സാന്ദർഭികമായിട്ട് ഓർമ്മയിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മദ് ദുനിയ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈക. ഒരാൾ ദുനിയാവ് മാത്രം ലാക്കാക്കി മുന്നോട്ട് പോവുകയാണ്, ആഖിറത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഗഫ്ലത്തോടുകൂടിയും അശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു ജഅലല്ലാഹു ഫഖറ ബൈന ഐനൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഫഖർ ദാരിദ്ര്യം രണ്ട് കണ്ണിന്റെയും ഇടയിൽ, അതായത് ആ മൂക്കിന്റെ പാലുണ്ടല്ലോ അവിടെ തന്നെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സമ്പത്തുണ്ടാകും, അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാവും, അദ്ദേഹത്തിന് ഒരുപാട് വിഭവങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഫഖർ മാത്രമേ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. അത്ര ആൾക്കാരുണ്ട് സഹോദരന്മാരങ്ങനെ. എത്ര സമ്പത്തുണ്ടായാലും മനസ്സമാധാനം ഇല്ലാത്ത എത്ര മനുഷ്യന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വയസ്സിന്റെ ഇടയിൽ, ഈ കാലത്തിന്റെ ഇടയിൽ നമ്മൾ എത്ര ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ ലാഹിരിയ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ സുന്ദരമായ വീടുണ്ട്, സുന്ദരമായ വാഹനങ്ങളുണ്ട്, സുന്ദരമായി ജീവിക്കാനുള്ള എല്ലാ വകുപ്പുകളുണ്ട്. പക്ഷേ എന്തെങ്കിലും അദ്ദേഹം അവരോട് ചോദിച്ചു എന്താണ് സുഖം തന്നെയാണോ, കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ ജിഫ്റ്റ് എന്ന് പറയുന്ന എത്ര ആൾക്കാർ നമുക്ക് കാണാം. ഒന്നുമില്ല. അവരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അവരും മുവഹിദുകളാണ്. അതാണ് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് വമിനൻ നാസി من يعبد الله على حرف فإن أصابته خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. അള്ളാഹുവിനെ ഓരത്തിരുന്നു കൊണ്ട് ആരാധിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ സഹോദരന്മാരെ. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസാബത്ഹു ഖൈറുൻ ഇത്മഅന്ന ബി, എന്തെല്ലാം ദുനിയാവിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തോ അതിലൊക്കെ അവർ സംതൃപ്തനാണ്, യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അങ്ങോട്ട് പോകുന്നു. ഫഇൻ അസാബത്ഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ക്ഷമയോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്താൽ അവന്റെ മുഖമാകെ മാറും, ആകപ്പാടെ മുഖം മാറും. അത് മാത്രമല്ല ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴുക. മഅദല്ലാഹ്. ക്ഷമയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്കുള്ളതാണ് ആ വിഷയം. എന്നിരുന്നാലും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ് സഹോദരന്മാരെ. എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന ഫിൽ ലൈലതി സാഅ, ഇന്ന ഫിൽ ലൈലി ലസാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ ചില സമയങ്ങളുണ്ട്, കൃത്യമായിട്ട് ആ സമയം ഏതാണ് നമുക്കറിയില്ലെങ്കിലും ഈ സമയത്തിൽ അത് വരാം ഇൻഷാ അല്ലാഹ്. അതായത് രാത്രി ചില സമയമുണ്ട്, ആ സമയത്ത് മുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ ഭൗതികമായ കാര്യമോ ഇനി അതല്ല ആഖിറത്തിന്റെ കാര്യമോ എന്ത് തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകപ്പെടാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇനി ശവ്വാൽ 1 മുതൽ തഹജ്ജുദ് നമസ്കരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് വെക്ക് സഹോദരന്മാരെ. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, സമ്പത്തിന് വേണ്ടി ആയിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശവ്വാലും കഴിഞ്ഞ് ഇനി അതുപോലെ തന്നെ മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത ശവ്വാലും വന്ന് വർഷങ്ങളായിട്ട് നമുക്ക് ഈ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരുന്നില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ധൃതി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു നിരാശാബോധത്തോടുകൂടി ഞാൻ എത്ര കാലമായി എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരാത്തത് എന്ന് നമുക്ക് തോന്നിയേക്കാം മനസ്സിൽ, പക്ഷെ അത് നമ്മൾ പുറത്ത് പറയരുത്. അങ്ങനെ തോന്നിയാൽ മഅദല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, റബ്ബേ ഞാൻ അങ്ങനെ ചിന്തിച്ച് പറഞ്ഞു പോയതല്ല, അങ്ങനെ ചിന്ത വന്നുപോയി മനസ്സിൽ എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കാണ് ഈ പ്രാർത്ഥന സ്വീകരിക്കേണ്ടത് എന്നും ഏത് നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനനുസരിച്ച് പ്രതിഫലം തരേണ്ടതെന്നും അത് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ ദുനിയാവിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഹലാലായ ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ മരിക്കുവോളം പ്രവർത്തിച്ചാലും കിട്ടിയില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് 3 രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമുക്ക് പ്രതിഫലം തരും. ഒന്നുകിൽ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തരില്ല,
അതല്ല എങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിയേക്കാം. അതുമല്ല എങ്കിൽ മൂന്നാമത്തെ ഒരു അവസരം സഹോദരന്മാരെ, ബുഷ്റ. അത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു സംഗതിയാണ്. ഇവിടുന്നും കിട്ടിയില്ല, ഇവിടുന്ന് ഒരു ബുദ്ധിമുട്ടിന് അള്ളാഹു തആല നീക്കിയുമില്ല എങ്കിൽ മൂന്നാമത്തെ പ്രതിഫലം നാളെ മഹ്ശറയിൽ, അത് നന്മയും തിന്മയും തൂക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ എണ്ണം, സഹോദരന്മാരെ, നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന എണ്ണം നമ്മൾ എഴുതി വെച്ചാൽ തന്നെ ഒരു 10, 100, 200 തവണ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ അതിന്റെ കണക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രമാത്രം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിയാക്കുകയാണ്. നമ്മുടെ ഇഖ്ലാസോട് കൂടിയുള്ള ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് അത് നന്മ കണക്കാക്കുമ്പോൾ നമ്മളൊരു കാര്യം അവിടെ വെച്ച് ആഗ്രഹിച്ചു പോകും. റബ്ബേ, എനിക്ക് ദുനിയാവിൽ വെച്ച് ഞാൻ എന്തൊക്കെ ചോദിച്ചു അതിന് മുഴുവനും എല്ലാ പ്രാർത്ഥനയും നീ എനിക്ക് ദുനിയാവിൽ വെച്ച് തരാതെ ഇവിടെ വെച്ച് അതിന് തന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒരു നാളാണ് അത് സഹോദരന്മാരെ. അതുകൊണ്ട് ലാ തൈഅസൂ മിർ റൗഹില്ലാ. ഞാൻ ഓരോ ഹദീസും അതിന്റെ വിഷയങ്ങൾ വിശദീകരിച്ച് പോകണം. കാരണം സംശയങ്ങളില്ലാത്ത രീതിയിൽ വിശദീകരിച്ച് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന ഫിൽ ലൈലി ലസാഅ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹു തആല ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ലു ലൈല. എല്ലാ രാത്രിയും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സമയമുണ്ട്. ഈ സമയത്തിൽ ചോദിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും കൊടുക്കും എന്ന് പറഞ്ഞാൽ നാളെ ദുആ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചൊരു ചോദ്യം പാടില്ല. അത് ഈ രീതിയിലാണ്. നിങ്ങൾ ഒരുപക്ഷെ സഹോദരന്മാരെ 2 പ്രാർത്ഥന അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനമാണ് അള്ളാഹു തആല അതിന് പ്രതിഫലമായി തരുന്നതെങ്കിൽ അൽഹംദുലില്ലാ, അത് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഖൈറാണോ ഷർറാണോ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, അത് ഖൈറാണോ ഷർറാണോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഉത്തരം തരിക എന്നുള്ള കാര്യം അള്ളാഹുവിന് വിടുക. നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്ന് സൂറത്തുൽ ഫുർഖാന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയേയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത് കാണാം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന النبي സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂമു മിനൽ ലൈൽ ഹത്താ തതഫത്തറ ഖദമാ. യാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന് നീര് വരുന്നവരെ ഒരു ദിവസം നിന്ന് നമസ്കരിക്കുകയാണ് സഹോദരന്മാരെ. ഫഖുൽതു ലഹു ലിമ തസ്നഉ ഹാദാ, എന്തിനാണ് ഇത്തരം ഈ ഒരു കാര്യങ്ങൾ? സത്യത്തിൽ കാലിന് നീര് വരുന്നവരെ നമസ്കരിക്കേണ്ട കാര്യം എന്താണ് റസൂലുള്ളാഹി? യാ റസൂലല്ലാഹ്, ആയിഷ അല്ലാഹു ചോദിക്കുകയാണ്. വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദബ്ബിക വമാ തഅഖർ. എന്തെങ്കിലും തന്നെ ചെറിയ പ്രശ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുനിന്നാണല്ലോ. കഴിഞ്ഞു പോയതും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്ത് മാസൂമായി നിങ്ങൾക്ക് മാസൂമിന്റെ പട്ടികയിൽ രേഖപ്പെടുത്തിയ നിങ്ങളെ സംബന്ധിച്ചോളം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഒരൊറ്റ മറുപടിയാണ് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മറുപടിക്ക് പകരം നമ്മളാണ് ഇന്ന് മറുപടി പറയുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്താ നമ്മൾ പറയാ? അഫലാ അകൂനു അബ്ദൻ ശകൂറ, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നുള്ളതാണ് സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവിൽ ഞാൻ ഇനി ചോദിക്കണം എൻ്റെ സുഹൃത്തുക്കളോട്, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയിൽ നമുക്ക് ഇന്നുണ്ടായ നിഅമത്തിനെ അപേക്ഷിച്ചിട്ട് എന്ത് നിഅമത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ കിട്ടിയത്? ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടാ? ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടാണോ സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ പറഞ്ഞതല്ല, ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പുക ഉയരാത്ത കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരന്മാരെ. പിന്നെ എന്താണ് അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് എന്ന് പറഞ്ഞാൽ? അബ്ദൻ ഷക്കൂറ. കറക്റ്റ്, അതെ ശരിയാണ്. ഞാൻ മുഹമ്മദ് പഠിക്കൽ എഴുതിയത് ഞാൻ വിചാരിച്ചു ഞാൻ വായിച്ചത് തെറ്റിപ്പോയെന്നുള്ളതാണ്. അബ്ദൻ ഷക്കൂറ, നമ്മൾ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ എന്നുള്ളതാണ്. സത്യത്തിൽ ചിന്തിച്ചു പോകും സഹോദരന്മാരെ. ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ ഓതാനുള്ള ഒരു ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. എല്ലാ പരീക്ഷണങ്ങളും 2 കൈകൊണ്ട് നീട്ടി വാങ്ങിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഒരു നല്ലൊരു വിരിപ്പിൽ പോലും കിടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണരീതി, നമ്മുടെ ഒരു ഭക്ഷണരീതി, നമ്മൾ ഒരു 63 വർഷം വരെ ജീവിച്ച ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം തിന്ന ഭക്ഷണം, ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷം കൊണ്ട് ഒരു നേരം കഴിച്ചിട്ടില്ല സഹോദരന്മാരെ. ഒരു നേരം കഴിച്ചിട്ടില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ.
വിശപ്പ് സഹിക്കാൻ വയ്യായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് വിശന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടാവും വീട്ടിൽ, ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി, അഫല അകൂന അബ്ദൻ ഷക്കൂറ, നമുക്കൊരു 3 റക്അത്ത് അവസാനത്തെ രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ നഫ്സിനോട് നമ്മൾ ചോദിക്കുക, എന്താണ് രാത്രിയുടെ അവസാന യാമത്തിൽ ഒരു 3 റക്അത്ത് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കാൻ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്താണ് എന്ന് നമ്മുടെ നഫ്സിനോട് ചോദിച്ചാൽ നമ്മുടെ നഫ്സ് നമുക്ക് ഉത്തരം നൽകും എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ وعن علي رضي الله عنه أن النبي صلى الله عليه وسلم تركه وفاطمة ليلة فقال ألا تصليان. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിലേക്ക് മുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും രാത്രി നമസ്കരിക്കുന്നില്ലേ എന്നുള്ളത്. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ജാഗ്രതയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വേറൊരു ഹദീസ് കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യു സ്വലാത്തി അഫ്ദൽ ബഅദൽ മക്തൂബ, ഫറള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നമസ്കാരം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഫഖാലൽ ഹബീബുൽ ലബീബ് അഫ്ദലുസ് സ്വലാത്തി ബഅദസ് സ്വലാത്തിൽ മക്തൂബത്തി സ്വലാത്തു ഹിയ ഫീ ജൗഫിൽ ലൈൽ. രാത്രിയുടെ അവസാന യാമത്തിലുള്ള റസൂലുള്ളാഹി പറയാണ്, രാത്രിയുടെ അവസാന യാമത്തിലുള്ള നമസ്കാരമാണ് ഫറള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ. ഇന്ന ഒരു വ്യക്തിയെ പോലെ നീ ആവരുത്. ആ വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? ഒരു ദിവസം എഴുന്നേറ്റ് നമസ്കരിക്കും, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. അതായത് ഏതെങ്കിലും ഒരു ദിവസം ഒരു ഉന്മേഷത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, പിന്നീട് അത് ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് പാടില്ല സഹോദരന്മാരെ. അത് ഏത് ഇബാദത്തിലായാലും. ഇപ്പൊ റവാത്തിബ് സുന്നത്തിന്റെ കാര്യത്തിലായാൽ പോലും ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പതിവുണ്ട്. നേരത്തെ കാലത്ത് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, ഇനിയും സമയമുണ്ടെങ്കിൽ വേറെ ഒരു 2 റക്അത്തും കൂടി, അങ്ങനെ ഒരു 4 റക്അത്ത് നമസ്കരിക്കുന്ന സമ്പ്രദായം. പിന്നെ ഇനി അഥവാ പള്ളിയിൽ നേരത്തേക്ക് വരാനുള്ള ഒരു ശ്രമം ഉണ്ടാവില്ല, ആ നമസ്കാരത്തെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല. അങ്ങനെ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിലൊരു തത്ബീഖ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ഒരു 3 റക്അത്തായാലും മതി, 3 റക്അത്തായാലും, പക്ഷെ അത് കൃത്യനിഷ്ഠതയോടുകൂടി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് കർമ്മവും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح قال ذاك رجل بال الشيطان في أذنه أو قال في أذنيه أو قال في أذنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാളെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം രാത്രി കിടന്നുറങ്ങി, ഹത്താ അസ്ബഹ, രാവിലെ വരെ അങ്ങോട്ട് കിടന്നുറങ്ങി. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ ചെവിയിൽ പിശാച് മൂത്രിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, വേറെ സംഗതിയും കൂടി എനിക്ക് പറയാനുള്ളത്, ഖിയാമുൽ ലൈൽ എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ ഖുർആനും എമ്പാടുമുണ്ട്. ഒരു സൂറത്ത് ജുമറിലുണ്ട് അതിനെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ സൂറത്ത് സജദിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഇസ്രായിൽ സൂചിപ്പിച്ചിട്ട്. ആ വിഷയങ്ങൾ മുഴുവൻ ഞാൻ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളും കൂടി, കുറച്ച് ഹദീസുകളും കൂടി എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിന്റെ ഖുശൂഇനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതൊക്കെ കൂടി ആകുമ്പോഴേ നമുക്ക് ഏതായാലും 1 റക്അത്താണെങ്കിൽ 1 റക്അത്ത്, 3 റക്അത്താണെങ്കിൽ 3 റക്അത്ത്, അതൊരു ഇഖ്ലാസ് ഖാലിസൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരു ആത്മാർത്ഥമായി നമസ്കരിക്കണം എന്നുള്ളൊരു ചിന്ത വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചേ പറ്റൂ, നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ, നമ്മൾ കേട്ടേ പറ്റൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ഫലം യസൽ ഖായിമൻ ഹത്താ ഹമംതു ബിഅംരി സൂ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു മോശമായ ഊഹം ഊഹിച്ചു പോയി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഊഹിച്ച ഊഹം എന്താണ്? ആ ഊഹത്തെക്കുറിച്ച് അത് മോശമായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം എന്താണ്? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? ഹത്താ ഹമംതു ബിഅംരി സൂൻ ഖീല മാ ഹമംത്, എന്താണ് മോശമായ ഊഹം? ഖാൽ ഹമംതു അൻ അജ്ലിസ വഅദഅഹു മുത്തഫഖുൻ അലൈഹി.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൈയിളക്കി അവിടെ പോയി ഇരുന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി നമസ്കാരത്തിന്റെ ദൈർഘ്യം കൊണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് സഹോദരന്മാരെ അത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്ത് പാലത്തിന്റെ അടുത്ത് യാ റബ്ബി സല്ലിം യാ റബ്ബി സല്ലിം, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് എല്ലാ ഉമ്മത്തും അപ്പുറത്തേക്ക് കടന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ? അവിടത്തേക്ക് തന്നെയല്ലേ നമ്മളും പോകാൻ കാത്തിരിക്കുന്നത്. എന്നാൽ ശരിക്കും മനസ്സിലായിക്കോ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ജാഗ്രത ചെറിയ ജാഗ്രതയല്ല സഹോദരന്മാരെ. നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നുണ്ടോ ഖിയാമുൽ ലൈൽ, പിന്നെ ഈ രാത്രി നമസ്കാരത്തെക്കുറിച്ച്. ഇനി ഒരു സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. സത്യത്തിൽ ഈ ഹദീസ് കേട്ടാൽ സഹോദരന്മാരെ നമ്മളൊക്കെ ശരിക്കും നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ പിന്നെ ഒരു മുഹാസബത്ത് നടത്തേണ്ടി വരും എന്നുള്ളതാണ്. അതായത് വഅൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാൽ സല്ലൈതു മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈതു മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ذات ലൈലത്തിൻ ഫഫ്തതഹ അൽ-ബഖറ. ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നമസ്കരിക്കാൻ നിന്നു. സൂറത്തുൽ ബഖറ അദ്ദേഹം ഓതാൻ തുടങ്ങി. ഫഖുൽതു യർകഉ ഇൻദൽ മിഅ, 100 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകുമെന്ന് ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു വിചാരിച്ചു. പക്ഷെ 100 ആയത്ത് ഓതിയിട്ടും സുമ്മ മള, അതങ്ങോട്ട് കഴിഞ്ഞു പോയി. ഫഖുൽതു യുസല്ലി ബിഹാ ഫി റക്അ ഫമദ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകുമെന്ന് വിചാരിച്ചു, അതും കഴിഞ്ഞു. എന്നിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സൂറത്ത് നിസാ ആണ് ഓതിയത്. സത്യത്തിൽ സൂറത്തുൽ ബഖറ കഴിഞ്ഞ സൂറത്ത് നിസാ ആണ്, അല്ല സൂറത്ത് ആൽ ഇംറാൻ ആണ്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അനുസരിച്ച് ഇറങ്ങിയത് പ്രകാരമാണ് അവിടെ ഓതിയത്. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട, ബഖറ കഴിഞ്ഞാൽ ആൽ ഇംറാനിലെ ഓതണ്ടെന്നുള്ള ഇത് വേണ്ട. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതി അങ്ങോട്ട് തിരഞ്ഞെടുത്തതാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് നിസാ ഓതാൻ തുടങ്ങി. സുമ്മഫ്തതഹ ആൽ ഇംറാൻ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൽ ഇംറാൻ ഓതാൻ തുടങ്ങി. സഹോദരന്മാരെ, 286 സൂറത്തുൽ ബഖറ, 200 ആയത്ത് സൂറത്ത് ആൽ ഇംറാൻ, 186 തോന്നുന്നു സൂറത്ത് നിസാ ഉള്ളത്. ഈ 3 സൂറത്ത് രാത്രി നമസ്കാരത്തിൽ ഒറ്റ റക്അത്തിൽ നമസ്കരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഈ ഓതുന്ന സൂറത്തിന്റെ പ്രത്യേകത വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ സുബ്ഹാനല്ലാഹ്, അതായത് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്നുള്ള ആയത്ത് വന്നാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അതുപോലെ തന്നെ വഇദാ മർറ ബിസുആലിൻ സഅല വഇദാ മർറ ബിസുആലിൻ സഅൽ, ഇനി ചോദിക്കേണ്ട വല്ല ആയത്തുകളും കടന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും. ഉദാഹരണം വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്നെത്തുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ, എന്നിങ്ങനെയുള്ള സഅൽ ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കും. വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വസ്, അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ചില സംഗതികൾ, ചില ആയത്തുകൾ പോകുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിച്ചും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മുന്നോട്ട് പോകും ആ നമസ്കാരം. സുമ്മ റകഅ ഫജഅല യഖൂലു സുബ്ഹാന റബ്ബിയൽ അദീം, അങ്ങനെ റുകൂഇലേക്ക് പോയി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയും. ഫകാന റുകൂഉഹു നഹ്വ മിൻ ഖിയാമിഹി, യാ അല്ലാഹ്, അതായത് റുകൂ ആവട്ടെ ഏകദേശം നിന്ന് അത്രയും സമയം ദൈർഘിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് കഴിയുന്നത്. അതായത് ഫകാന റുകൂഉ നഹ്വ മിൻ ഖിയാമി സുമ്മ ഖാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് സുമ്മ ഖാമ തവീലൻ ഖരീബൻ മിമ്മാ റകഅ, അതായത് റുകൂഇന്റെ അതേ മോഡൽ, റുകൂഇന്റെ എത്ര സമയമുണ്ടോ അത്രയും സമയം തന്നെ ഇഅ്തിദാലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അതുപോലെ സുമ്മ സജദ ഫഖാല സുബ്ഹാന റബ്ബിയൽ അഅല ഫകാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമി, അതായത് സുജൂദാവട്ടെ ആ ഖിയാമിന്റെ അത്രയും നീളമുള്ള ഒരു സുജൂദായിരിക്കുന്നു. ഇത്തരം രീതിയിൽ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയ്ക്ക് DC ആയി സഹോദരന്മാരെ, ശബ്ദം കേൾക്കാവല്ലേ?
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രീതിയിലുള്ള നമസ്കാരം ഒരു ദിവസം ആഴ്ചയിലോ മാസത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിലെങ്കിലും ഒരു ദിവസം നമ്മൾ നമസ്കരിച്ച് പരിശീലിക്കണം എന്നുള്ളതാണ്. സുജൂദിലൊക്കെ സഹോദരന്മാർ എന്തോരം പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് സഹോദരന്മാർ. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നാളെ മഹ്ശറയിൽ അതായത് മരണസന്ദർഭത്തിലുള്ള സമയം മുതൽ അതുപോലെ തന്നെ ഖബറിലെ അവസ്ഥകൾ മുതൽ അതുപോലെ തന്നെ ഉയർന്നെഴുത്തിന്റെ നാൾ മുതൽ എല്ലാ വിഷയത്തിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറയാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദിലാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുമായി നമ്മൾ അടുക്കുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെ ജൗഫുൽ ലൈൽ, അതുപോലെ തന്നെ എന്റെ ക്ലാസ് കേൾക്കാം, എന്റെ സംസാരം കേൾക്കാം സഹോദരൻ. ഉച്ച സമയത്ത് എപ്പോൾ ഉണ്ടാകുന്ന സഹോദരന്മാരെ ഇവിടെ ഒരു ഇനി ആദ്യം ഇപ്പം മഞ്ഞക്കുത്ത് വന്നിട്ടുണ്ട്, മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മഞ്ഞക്കുത്ത് കൊട്ട വരും, അത് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും. ഞാൻ ഇതിന്റെ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? എന്തായാലും ഇൻഷാല്ലാ അതൊന്ന് മുഴുവിപ്പിക്കട്ടെ. കുറച്ച് കാര്യം കൂടെ സംസാരിക്കാണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുക, രാത്രി അതിന് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഇൻഷാല്ലാ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് പിന്നെ നിർത്തിക്കളയാം ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുരുഷന് വേണ്ടി പ്രാർത്ഥിച്ചാണ്, അവനിക്ക് കാരുണ്യം ഉണ്ടാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഇത് പ്രവർത്തിച്ചാൽ മാത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന നമ്മുടെ പേരിൽ ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോയ സംഗതിയാണ്. ഫസല്ല ഫൈഖദ ഇംറാത്ത, അദ്ദേഹം രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കുകയാണ്. ഫഇൻ അബത്, അതായത് ഭാര്യ കുറച്ച് വിസമ്മതം പ്രകടിപ്പിച്ചു, അതായത് എഴുന്നേക്കാൻ അത്രമാത്രം ഒരു ഉത്സാഹം കാണിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? നദഅ ഫീ വജ്ഹിഹൽ മാ, കുറച്ച് വെള്ളം കൊടഞ്ഞു. റഹിമല്ലാഹു ഇംറാഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖദത് സൗജഹാ ഫഇൻ അബീന ദഹത് ഫീ വജ്ഹിൽ മാ. അതുപോലെ തന്നെ ഒരു ഭാര്യ രാവിലെ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിച്ച് നമസ്കാരത്തിന് ശേഷം ഭർത്താവിനെ വിളിക്കുന്ന ഒരു സംഭവം അപൂർവമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ. അതല്ല, ഒരുപക്ഷെ സ്ത്രീകളായിരിക്കും ഭർത്താക്കന്മാരെ വിളിക്കുക, എനിക്കറിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ അപാരമായ സഹായം നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ചില ചോദ്യങ്ങൾക്ക് വരെ സഹോദരന്മാരെ നമ്മൾ പ്രയാസപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായി, ഒരു വലിയ രോഗം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മുമ്പിൽ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയും എന്നുള്ള നിലക്ക് ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരുണ്ട്. അതൊരു ഫിത്നയാണ്. ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യത്തിൽ ക്ലാസ് ഇങ്ങനെ മുറിയുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. എന്തായാലും സഹോദരന്മാർ ക്ഷമിക്കുക, കാരണം നെറ്റ് അങ്ങനെയാണ്, ഉച്ച സമയത്ത് മാത്രം ഈ വിഷയങ്ങൾ കാണുന്നത്. എന്താണെന്നറിയില്ല, ബാക്കിയുള്ള സമയത്ത് കുറച്ചൊക്കെ ക്ലിയർ ആവും. പിന്നെ ഒരു മഞ്ഞക്കുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചറിയിച്ചു, അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഭാഗത്തിൽ നമ്മൾ പെടാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വേറൊരു ഹദീസ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അതായത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ നഅസ അഹദുക്കും ഫി സ്വലാത്തി ഫൽയർഖുദ് ഹത്താ യദ്ഹബ അൻഹു النوم فإن أحدكم إذا صلى وهو ناعس لعله يذهب يستغفر فيسب نفسه. എന്റെ വിഷയത്തിലെ അവസാന ഭാഗത്തേക്ക് വരാൻ പോവാണ്. അതായത് നല്ല ഉന്മേഷത്തോട് കൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല ഉന്മേഷത്തോട് കൂടിയല്ലാതെ നമ്മൾ നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പക്ഷേ നമുക്ക് നമ്മുടെ നഫ്സിനെതിരായിട്ട് പ്രാർത്ഥിച്ചേക്കാം. എന്താ? അതായത് ഉറക്കത്തോടുകൂടി, ഒരു ഉന്മേഷം ഇല്ലാതെ ഇതെങ്ങനെയെങ്കിലും കൃത്യമായി ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ പാടില്ല. വളരെ അലസമായിട്ടും വളരെ കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അതിന്റെ ലഫ്ലുകൾക്ക് വല്ല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നഫ്സിനെതിരായിട്ടുള്ള ഒരു പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അത്ര രീതിയിലുള്ള നമ്മുടെ അബദ്ധങ്ങളും അതുപോലെ തന്നെ ഉറക്കലൊക്കെ വരുന്നില്ല. പക്ഷെ അത്രത്തോളം അത് പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് നമ്മളെ സ്വന്തത്തെ തന്നെ തെറി വിളിക്കുന്ന അല്ലെങ്കിൽ സ്വന്തത്തിനെതിരായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കും പിന്നെ നമ്മുടെ നാവിൽ നിന്ന് വരിക. അതുപോലെ തന്നെ വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുകും മിനൽ ലൈലി ഫസ്തഅജമൽ ഖുർആനു അലാ ലിസാനി ഫലം യദ്രു മാ യഖൂൽ ഫൽയത്തജ. അതായത് എന്താണ് അവൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഖുർആൻ പാരായണം സംഭവിച്ചേക്കാം. അതായത് അലസത വരുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉറക്ക് വരികയാണെങ്കിൽ ഖുർആൻ അടച്ചു വെച്ച് ഉറങ്ങാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
നമസ്കാരത്തിൽ നമ്മൾ ഓതുന്നത് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാത്ത എന്തെങ്കിലും നാവിന് വിളിച്ചു എന്ന് ആ രീതിയിൽ അങ്ങനെ ഓതാനും പാടില്ല. അതിന് നല്ല ഉന്മേഷത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ നമസ്കാരത്തിലേക്ക് വരണം എന്നുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഖിയാമുൽ ലൈലിനെ കുറിച്ചിട്ട് പറയാൻ എമ്പാടുമുണ്ട്. ഇനി അതായത് സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം 3 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആ മനുഷ്യന് നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനിക്ക് ളുഹാ സന്ദർഭത്തിൽ, അതായത് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ആ ളുഹാ സന്ദർഭത്തിൽ അവനിക്ക് അത് നമസ്കരിക്കാനുള്ള ഒരു അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. അത് 3 റക്അത്ത് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അത് 4ആയി നമസ്കരിക്കണം. 11 റക്അത്ത് നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് 12 റക്അത്തായി നമസ്കരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഏറ്റവും തടസ്സമാകുന്ന സംഗതി എന്ന് വെച്ചാൽ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിന് തടസ്സമാകുന്ന ഏറ്റവും വലിയ സംഗതി വളരെയധികം താമസിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതിന് സാധിച്ചേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രാത്രിയിലെ ഭക്ഷണം. അതായത് രാത്രി കണ്ടമാനം വാരി വലിച്ച് കയറ്റിയിട്ട് ആ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയ സ്വബയുടെ വാങ്കിന്റെ സമയത്ത് മാത്രം ഞെട്ടി വീഴുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇനി ആർക്കെങ്കിലും അങ്ങനെ രാത്രി കണ്ടമാനം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കുക. എന്നാൽ അത് ഏകദേശം കിടന്നുറങ്ങാനാവുമ്പോഴേക്കും ഏകദേശമൊക്കെ ലെവലാവും, ഒന്ന് എഴുന്നേക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഇതൊക്കെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് തജറുബായിരിക്കും, അവരൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സംഗതിയായിരിക്കും, ഹദീസ് അല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഹദീസിനെ സംബന്ധിച്ചോളം ഖുർആനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലാ തുസ്രിഫു എന്നാണ്, ഒരിക്കൽ നിങ്ങൾ അമിതത്വം കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കുക. അതുപോലെ തന്നെ കഴിയുന്ന നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ചില ആൾക്കാർ, ചില ശഖ്സുകൾ, ചില വ്യക്തിത്വങ്ങൾ രാത്രി എത്ര താമസിച്ച് ഉറങ്ങിയാലും അവർക്ക് എഴുന്നേക്കാൻ ചില മടിയുണ്ടാവില്ല. അതൊരു നിഅമത്താണ്, അതൊരു നിഅമത്താണ്. പക്ഷെ നമ്മൾ ശരീരത്തോട് കാണിക്കേണ്ട ചില കാര്യങ്ങൾ, എന്നാലും ക്ഷീണം ഉണ്ടാവുമെങ്കിലും അവരത് അതിജീവിക്കുന്നവരായിരിക്കും. അത്തരം ആൾക്കാർക്ക് പ്രശ്നമില്ല. എങ്കിലും നമുക്ക് ഈ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാലത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം. ഒന്ന് ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഉറക്കിന്റെ കാര്യം, പിന്നെ അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഉറങ്ങുക. 2 മണി മുതൽ 3 മണി വരെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനാകെ ക്ഷീണിച്ചു പോയിരുന്നു സത്യത്തിൽ. അനീഫക്ക, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഉച്ചക്ക് ഉറങ്ങുന്ന ആളാ. അപ്പോ എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമായി സഹോദരന്മാർ. ഇന്നത്തെ ഉദ്ഘാടനം ഈ ക്ലാസ് ഖിയാമുൽ ലൈലി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വളരെ ഭംഗിയായിരിക്കുന്നു. ഈ വിഷയങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ക്ലാസ്സുകൾ. ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ ഒരുപാട് ഇനിയും ഇൻഷാ അല്ലാഹ് വരും. ഇനി ഉസ്താദുമാരുടെ കമ്മിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നെ അറിയിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ തുടർന്ന് എടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിയുന്ന നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഉച്ച സമയത്ത് ഉറങ്ങുക. ആ ഉച്ച സമയത്ത് ഉറങ്ങുന്ന നീയത്തും കൂടെ ശരിയാക്കിയാൽ, ആ ഉച്ച സമയത്ത് റഹ്മാനായ റബ്ബേ ഞാൻ ഈ ഉച്ച സമയത്ത് ഉറങ്ങുന്ന രാവിലെ എന്റെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയത്തോടു കൂടി, ആ ഒരു നീയത്തോടു കൂടിയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉറക്കിന് വരെ നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നുള്ളതാണ്. ഉച്ചക്ക് 1 മണിക്കൂർ ഭംഗിയായി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തഹജ്ജുദിന് തടസ്സങ്ങൾ വരികയില്ല എന്നുള്ള പണ്ഡിതന്മാർ. പിന്നെ വുളു ചെയ്യുക ഉറങ്ങാൻ പോകുമ്പോൾ. അത് വുളു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കാട്ടിക്കൂട്ടല്ല, അഹ്സനൽ വുളു, സമ്പൂർണമായ ഒരു വുളു ചെയ്യുക. ആ വുളു ചെയ്തോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ വുളുവോടുകൂടി കിടന്നുറങ്ങുക. പിന്നെ അദ്കാറുകൾ കൃത്യമായി ചെല്ലുക. അതായത് ആയത്തുൽ കുർസി ഓതുക, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം ആമന റസൂൽ ഓതുക, അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഓതുക, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 തവണ ഓതുക. എന്നിട്ട് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദിക സ്വാലിഹീൻ എന്നുള്ള പ്രാർത്ഥന ഓതുക. അതുപോലെ തന്നെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ കിടക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു തവണയെങ്കിലും വലതുഭാഗത്ത് ചെരിഞ്ഞു കിടന്ന് കവിളിന്റെ വലത് കൈയുടെ മുകളിൽ കവിള് വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദക എന്നുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നാൽ പിന്നെയും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു പോയേക്കാം. ഭാര്യമാരോടോ അല്ലെങ്കിൽ സന്താനങ്ങളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടൊക്കെ എന്തെങ്കിലും സംസാരിച്ചു പോയാലും ലാ ഹറജ്, അതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ അവസാന സമയത്ത് നമ്മൾ ഉറങ്ങാൻ അതെല്ലാ സംസാരം നിർത്തി നമ്മൾ ഉറക്കം നമ്മളെ കണ്ണിൽ പിടികൂടുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت خلاص. പിന്നെ നമ്മളും സംസാരിക്കാൻ പാടില്ല. ഈ രീതിയിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പിന്നെ അപാരമായ അനുഗ്രഹത്താൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ സാധിക്കും. പിന്നെ അവസാനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. സഹോദരന്മാരെ, നിങ്ങളറിയോ, അതായത് രാത്രി സീരിയൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, രാത്രി സിനിമകളൊക്കെ കണ്ടു കിടന്നുറങ്ങുന്ന സ്വഭയും നഷ്ടപ്പെടും.
സുബഹി യാതൊരു സംശയമില്ല. ഷെയ്ഖ് മുഹമ്മദ് ഹസാനോട് ഒരാൾ ചോദിച്ച ഫത്വയാണ്, ഞാൻ എത്ര അലാറം വെച്ചു, എന്റെ കയ്യിലുള്ള 2 മൊബൈൽ, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ക്ലോക്ക്, അതുപോലെ തന്നെ എല്ലാം ഒരു 4-5 അലാറം വെച്ചിട്ട് എനിക്ക് സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ മറുപടി പറഞ്ഞിട്ടുള്ളൂ, തിന്മകളിൽ നിന്ന് വിട്ടു നിന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു അലാറവും ഇല്ലാതെ കണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ളത് അത് ഒരു സത്യമാണ് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു സത്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് ഖിയാമുൽ ലൈൽ വളരെ ഭംഗിയായി നിർവഹിക്കുവാനും, അതുപോലെ തന്നെ നമുക്ക് ഈ ശവ്വാലിന് ശേഷം ജീവിതത്തിൽ ഈ തഹജ്ജുദ് നമസ്കാരം, രാത്രി നമസ്കാരം കണ്ടിന്യൂ ആയി കൊണ്ടുപോകാനും മരിക്കുന്നത് വരെ. അത് നിങ്ങളറിയാം, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നാളെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലുള്ള ഒരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. നമസ്കാരത്തിനോടുള്ള ആ മനുഷ്യന്റെ ഷോക്ക്, ആ നമസ്കാരത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ചാട്ടം, ഞാൻ അത്ഭുതപ്പെട്ടു ഈ സഹോദരന്മാരെ. ഹദീസ്, അതായത് മൻ റബ്ബുക്ക എന്ന് മലക്കുകൾ വന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ജീവിട്ട് കൊടുത്തു. അങ്ങനെ മലക്കുകൾ വന്ന് ചോദിച്ചു മൻ റബ്ബുക്ക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹത്തിന് തോന്നി സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, എന്റെ സ്വബഹി നമസ്കാരം പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഉതുറുക്കനി ഹത്ത ഉസല്ലി, ഉതുറുക്കനി ഹത്ത ഉസല്ലി, എന്നെ ഉപേക്ഷിക്കൂ, എന്നെ ഒഴിവാക്കി, ഞാൻ മറുപടിയൊക്കെ പിന്നെ പറയാം, ഞാൻ നിസ്കരിക്കട്ടെ. നിങ്ങൾ നോക്കിയട്ടെ, ആ നിസ്കാരവുമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുണ്ടായ ആ ബന്ധം അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഞാൻ ഈ സുന്നത്ത് നമസ്കാരത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള പ്രത്യേക കാരണം പൂർണ്ണമായും ഒരു ഇഖ്ലാസോടുകൂടിയും പൂർണ്ണമായ തവാദുവോടുകൂടിയും പൂർണ്ണമായ ആ ഒരു ഖുശൂവോടുകൂടിയും ആയിരിക്കൂലല്ലോ സഹോദരന്മാരെ നമ്മുടെ ഫർദ് നമസ്കാരം. അല്ലല്ലോ, ഒരിക്കലും നമ്മുടെ ഫർദ് നമസ്കാരം നമ്മൾ കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെയുള്ള ആ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ 50% മുകളിൽ കൂലി വാങ്ങുന്നവരുണ്ടാകാം. പക്ഷെ ഒരു 70, 80, 90 വളരെ അപൂർവമായിരിക്കും സഹോദരന്മാരെ. അപ്പൊ അതിലുള്ള കുറവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നികത്തി തരിക ഇത്തരം നഫലുകൾ, ഇത്തരം സുന്നത്ത് നമസ്കാരത്തിൽ കൂടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കനം കൂടുതൽ നമസ്കാരമാണ് ഈ തഹജ്ജുദ് നമസ്കാരം. അതുകൊണ്ട് ഒരിക്കലും എന്റെ സഹോദരന്മാരെ എന്നോടെന്ന പോലെ ശവ്വാൽ 1 മുതൽ ഞാൻ ഇൻഷാ അല്ലാഹ് ചോദിക്കും. സത്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഡ്മിന്മാരുമായി സംസാരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഓരോരുത്തർ ഓതിയ കണക്ക് പറഞ്ഞപ്പോൾ സഹോദരന്മാരെ വളരെ സന്തോഷമുണ്ടായി. അൽഹംദുലില്ലാഹ്, വളരെ ഒരുപാട് ആൾക്കാർ കൈയുയർത്തി. അതിൽ 4 ജുസ് ഓതിയ ആൾക്കാരുണ്ട്, 7 ജുസ് ഓതിയ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ഈ വിഷയവും ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്നതിനെ കൊണ്ടും ഉത്തരം നൽകുന്നതിനെ കൊണ്ടും കുഴപ്പമുണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടുത്തെ പണ്ഡിതന്മാരുമായി ചോദിച്ച് വിഷയം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. അങ്ങനെ ചോദിച്ച് ഞാൻ കൈവന്തിച്ചു കഴിഞ്ഞാൽ എന്റെ അമലുകൾ പോയി പോകുമോ? അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കണം നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ ചോദിച്ചാൽ കളവ് പറയേണ്ട, നമസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് അങ്ങോട്ട് പറയാൻ പോകേണ്ട. ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല, അമൽ ബാത്തിലായി പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചോദ്യം ഇനിയും ചോദിക്കും. ആരൊക്കെ ഈ തഹജ്ജുദ് കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിന് ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് ചോദിക്കും. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ജഅൽനാ ആഖിറു കലാമിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ ആഖിറു കലാമിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ ആഖിറു കലാമിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم إنا نسألك بأنك نشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد يا حي يا قيوم يا منان يا بديع السماوات والأرض أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك في سوريا. اللهم انصرهم على عدوهم، اللهم ثبت أقدامهم، اللهم اغفر لموتاهم، اللهم كن لأراملهم وذرياتهم، اللهم أمنحهم ورقاب أعدائهم وأورثهم ديارهم وأموالهم يا رب العالمين. يا حي يا قيوم يا منان يا بديع السماوات والأرض يا قوي يا قهار يا عزيز يا جبار. أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. نسألك اللهم بذلك أن تنزل ببشار وجنوده. بأسألك اللهم يا رب بأسك الذي لا يرد عن القوم المجرمين. اللهم أنزل بأسك الذي لا يرد عن القوم المجرمين
العالمين. اللهم أهلك طاغيهم وأفسد أمرهم وفرق كلمتهم وألق بينهم العداوة والبغضاء. اللهم شتت شملهم واهزم جندهم واجعل نكالا للعالمين. اللهم كما سلطهم بحكمتك على إخواننا في سوريا يا رب العالمين فسلط عليهم من يسومهم سوء العذاب ويذبح أبناءهم ويستحيي نساءهم ويكسر شوكتهم. اللهم اشدد وطأتك عليهم. اللهم عليك بهم فإنهم لا يعجزونك. اللهم منزل الكتاب ومجري السحاب وهازم الأحزاب اهزم كل عدو للمسلمين في كل مكان. اللهم إنا نجعل لك في نحور أعدائنا ونعوذ بك من شرورهم. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.